ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്കും ആയുഷിനും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് ഇന്ന്. ഇത് യാത്ര എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയട്ടെ. ട്രിവാൻഡ്രം ലുലു മോളിലോട്ടാണ്. ഇത് നമ്മുടെ ഈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലുലു മോളിൽ പോകുന്നത്. നമ്മളിപ്പോൾ ചടയമംഗലത്തോട്ട് എത്തിയിട്ടുണ്ട്. അതാണ്ട് ജഡേപ്പാറ കാണുന്നില്ലേ നിങ്ങൾ. പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണി 12:30 ആയായിരുന്നു. അപ്പം നമ്മൾ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. പിന്നെ നമ്മൾ കയറിയ ഹോട്ടലിൻ്റെ പേര് മുഗൾ ദർബാർ എന്നാണ്. അവിടുത്തെ ഫേമസ് ഫുഡായിരുന്നു ഈ മന്തി. നമ്മൾ മന്തി ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ഈ ആയുഷ് കഴിച്ച ഉടനെ തന്നെ അതാ ബാക്കിൽ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ. നമ്മൾ എത്താറൊക്കെ ആയ ശേഷം ആയുഷ് ഉണർന്നിട്ടുണ്ട്. കണ്ടില്ലേ ആയുഷ് ഉണർന്നത്. നമ്മൾ അങ്ങനെ ട്രിവാൻഡ്രത്ത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ മരങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ലുലു മോളിലോട്ടെത്തി. നല്ല സന്തോഷമായി. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ കുറേ സ്കൂട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ. അത് ഈ ലുലു മോളത്തെ സ്റ്റാഫ്സിൻ്റെ ഒക്കെ സ്കൂട്ടുകളാണ്. പിന്നെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാർക്ക് ചെയ്യാനാണ്. പാർക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറി അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അങ്ങനെ നമ്മൾ പാർക്കൊക്കെ ചെയ്തു ഉള്ളിലോട്ട് കയറി. ആദ്യം തന്നെ നമ്മൾ ഇച്ചിരി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആദ്യം തന്നെ ഒരു ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് കൗണ്ടർ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ക്ലാസ് റൂം കണക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാവേ. അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മൾ ബാഗ് സെക്ഷനിലോട്ടാണ് ആദ്യമേ പോയത്. പിന്നെ ഈ ബാഗുകളെല്ലാം കൂടെ അങ്ങ് കണ്ടപ്പോഴത്തേക്ക് എനിക്കും ആയുഷിനങ്ങ് കൺഫ്യൂഷനായിരുന്നേ. ഈ ആയുഷിനാണെങ്കിൽ അതിനെക്കാട്ടി കൺഫ്യൂഷനായിരുന്നേ. ഇപ്പം ഇതെടുത്താണെങ്കിൽ അതെടുക്കാം അങ്ങനെ അങ്ങ് ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരുന്നേ. ഇഷ്ടംപോലെ ബാഗ്സ് ഉണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് കാണുന്നില്ല. ഇതൊക്കെ കുറേ ബാഗുകൾ ഇങ്ങനെ ഇട്ടേക്കുന്നതാണ്. പിന്നെ കുട വാങ്ങിച്ചില്ലായിരുന്നു. കുട നമുക്ക് വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പിന്നെ കളർഫുൾ ബോട്ടിൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ അവിടെ സ്കൂളത്തേക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് ഒരു വാട്ടർ ബോട്ടിൽസിൻ്റെ ഒക്കെ സെക്ഷനിലോട്ടായിരുന്നു. ഞാനും ആയുഷും രണ്ട് ബോട്ടിൽസ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്റ്റീലും പിന്നെ ഒരു സ്റ്റീലിൻ്റെ ഒരു റെഡ് കളറും കൂടെ ആയിരുന്നു എടുത്തത്. പിന്നെ ഞാനാണെങ്കിൽ പോയി പേനയൊക്കെ നോക്കാനൊക്കെ പോയി. പിന്നെ ആയുഷാണെങ്കിൽ എക്സാം ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ എടുത്തിട്ടു. പിന്നെ ഞാൻ ജോമെട്രി ബോക്സൊക്കെ നോക്കാൻ വേണ്ടിയൊക്കെ പോയി. പിന്നെ ഞാനും ആയുഷും ബുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് 2 കളർ റാപ്പിംഗ് പേപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ റാപ്പിംഗ് പേപ്പേഴ്സ് 2 വാങ്ങിച്ചായിരുന്നേ. പിന്നെ നമ്മൾ നേരെ ബുക്ക് കളക്ഷനിലോട്ട് പോയി. എനിക്കും ആയുഷിന് ഫുള്ള് 4 ലൈനും 2 ലൈനൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഫുള്ള് 1 ലൈനായിരുന്നു. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ക്ലേ ഒക്കെ ഉണ്ടായിരുന്നു, പലതരം വെറൈറ്റി ക്ലേ. പിന്നെ നമ്മൾ നേരെ എല്ലാം എടുത്ത് നേരെ നമ്മൾ പോയി
ബില്ല് ചെയ്യാൻ കൊടുത്തു. ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ വാങ്ങിച്ച സാധനങ്ങളെല്ലാം കാറിൽ കൊണ്ട് വെച്ചിട്ട് നേരെ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവാവേ. ഈ സൈഡിൽ കാണുന്ന കടകളെല്ലാം നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് പോവാണ്. നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നു. പിന്നെ നമ്മൾ ഈ കൃഷി ഐറ്റംസും പിന്നെ സീഡ്സ് ഒക്കെ ഉള്ള ഒരു കൗണ്ടറിലോട്ട് പോയി ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളൂ, വാങ്ങിച്ചൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ ഫ്രൈ പാനൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഒരു ബോട്ടിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ മുത്ത് വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നതാണ്. പക്ഷെ ഡെയിലി യൂസിനൊന്നും ഇപ്പം അത്രയ്ക്ക് പറ്റത്തൊന്നുമില്ല. പിന്നെ ഈ സ്കൂളിലേക്കൊന്നും അങ്ങനെ പറ്റൂല. പിന്നെ നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ നേരെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോയി. നമ്മൾ ഒനിയനും ടൊമാറ്റോ ഒക്കെ വാങ്ങിയായിരുന്നേ. പിന്നെ ഇത് ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് തെങ്ങിൻ തൈയാണെന്ന്. പിന്നെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇതിനകത്ത് പൊങ്ങുണ്ടേ. പിന്നെ ഞാനും ആയിഷ ട്രോളിലോട്ടൊക്കെ ഇങ്ങനെ ചുറ്റിയൊക്കെ കറങ്ങുവാണേ. പിന്നെ നമ്മളാണെങ്കിൽ ഒരു കുനാഫ വാങ്ങിച്ചായിരുന്നു. പിന്നെ ഒരു ബ്രൗണി വാങ്ങിച്ചായിരുന്നേ. ബ്രൗണി ഈ ഒരു കാണുന്ന ഒരു ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമുക്ക് തന്നത്. ഇച്ചിരി ചൂടുണ്ടായിരുന്നേ. ചൂടോട് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നേ. ഈ ആയുഷ ആണെങ്കിലേ ഈ ചോക്ലേറ്റ് ഈ ബ്രൗണി ഡിപ്പ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് കൊതിയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. പിന്നെ നമ്മൾ ഫുഡ് ഐറ്റംസ് സെക്ഷനിലോട്ടൊക്കെ പോയി ഇച്ചിരി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മളെല്ലാം വാങ്ങി നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. പിന്നെ നമ്മളിത് എല്ലാം ബില്ല് ചെയ്തിട്ട് നമ്മൾ നേരെ ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ പോയി കാറിൽ വെക്കാൻ വേണ്ടിയൊക്കെ പോകുന്ന സമയത്തായിരുന്നു നമ്മുടെ ഫാഷൻ ഷോ നടക്കുന്നത്. അപ്പം നമ്മൾ പോയി ഫാഷൻ ഷോയും കൂടി ഇച്ചിരി കണ്ടിട്ട് വന്നേ. പാർക്ക് അവന്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റുഡിയോ കയറിയേ. പിന്നെ
പിന്നെ എനിക്കും ആവശ്യത്തിനൊക്കെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. ഡ്രസ്സൊക്കെ എടുത്ത ശേഷം റോളർ ഐസ്ക്രീം എന്ന് പറഞ്ഞൊരു ഐസ്ക്രീം ഉണ്ടായിരുന്നു. നമ്മൾ ചൂസ് ചെയ്തത് വാട്ടർമെലണും ബ്രൗണി ആയിരുന്നേ. ഇപ്പം ചെയ്തത് വാട്ടർമെലൺ ആയിരുന്നേ. എനിക്ക് ആവശ്യത്തിന് കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് വാട്ടർമെലൻ്റെ ഫ്ലേവർ ആയിരുന്നേ. പിന്നെ ഇത് എല്ലാം റോൾ ചെയ്ത് അതിനകത്ത് വെച്ചിട്ട് അതിനകത്ത് അവർ വാട്ടർമെലൻ്റെ സിറപ്പ് ഒഴിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഹാപ്പി ഡേ ആയിരുന്നു. ഇനി നമ്മൾ രാത്രിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് മടങ്ങി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ചക്കു ചാരി യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.